ക്ഷണിച്ചു വരുത്തുന്ന ദുരന്തങ്ങൾ, ഇതെല്ലാം ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി? നിർത്തിക്കൂടെ ഈ കരിമരുന്ന് ഭ്രാന്ത്? കരിയും വേണ്ട കരിമരുന്നും വേണ്ട എന്ന് പറഞ്ഞത് കേരളത്തിന്റെ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവാണ്. ഒരു നൂറ്റാണ്ട് മുന്നേ ഗുരു പറഞ്ഞ വചനം അക്ഷരം പ്രതി ശരിയാണെന്ന് കാലം തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. കേരളത്തിന്റെ ഉത്സവകാലം കുംഭം മീനം മാസങ്ങളിലാണ്. മേടമാസത്തോടെ ഇത് അവസാനിക്കുകയും ചെയ്യും. കത്തിയമരുന്ന വേനൽക്കാലമാണിതെന്ന് പ്രത്യേകം ഓർക്കണം. ചുട്ടുപൊള്ളുന്ന പകലുകളും രാത്രികളും. അതേ കാലത്ത് തന്നെയാണ് കരിമരുന്ന് കൊണ്ടുള്ള ക്ഷണിച്ചു വരുത്തുന്ന അപകടങ്ങളും നമ്മുടെ സംസ്ഥാനത്തിൽ നടക്കുന്നത്. ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ സംഭവിച്ചത്. ഈ ദുരന്തങ്ങളിൽ നിന്നും നമ്മൾ മലയാളികൾ എന്തെങ്കിലും പഠിച്ചോ? അധികാരികൾ എന്തെങ്കിലും പഠിച്ചോ? 10ഓളം പേരുടെ ജീവൻ പൊലിഞ്ഞെങ്കിൽ എന്താ, ഇനി അതിന്റെ പേരിൽ പൂരം നടത്താതിരിക്കുമോ എന്ന് ആശങ്കപ്പെടുന്ന പൂരപ്രേമികളുള്ള നാടാണ് നമ്മുടെ കേരളം. കഴിഞ്ഞ 20 വർഷത്തിനിടെ സംസ്ഥാനത്ത് നടന്നത് ചെറുതും വലുതുമായ 800ഓളം വെടിക്കെട്ട് അപകടങ്ങളാണ്. കേരളത്തെ നടുക്കിയ പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം നടന്ന ഏപ്രിൽ മാസത്തിൽ തന്നെയാണ് മുണ്ടത്തിക്കോട് ദുരന്തം ഉണ്ടായത്. 2016 ഏപ്രിൽ 10 പുലർച്ചെയാണ് പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തം ഉണ്ടായത്. 100-ലധികം ആളുകൾക്കാണ് അന്ന് ജീവൻ നഷ്ടമായത്. 1952 ജനുവരി 14 പകൽ 3 മണിക്ക് ശബരിമലയിലുണ്ടായ കരിമരുന്ന് സ്ഫോടനമാണ് ഐക്യ കേരളത്തിലെ ആദ്യത്തെ വെടിക്കെട്ട് അപകടം. മരണം 68. പിന്നീട് അങ്ങോട്ട് ഒരുപാട് അപകടങ്ങൾ. 1978 തൃശൂർ പൂരത്തോടനുബന്ധിച്ച് കുഴിയമിട്ട് ലക്ഷ്യം തെറ്റി ആൾക്കൂട്ടത്തിൽ പതിച്ചുണ്ടായ അപകടത്തിൽ 8 പേരാണ് മരിച്ചത്. 1984 തൃശൂർ കണ്ടശാങ്കടവ് പള്ളിപ്പെരുന്നാളിലുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ മരണം 13. 87 തൃശൂർ വേലൂരിൽ വെള്ളാറ്റഞ്ഞൂർ കുട്ടൻമൂലി ക്ഷേത്രത്തിലെ അപകടത്തിൽ മരണം 20. 1987 തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലെ വെടിക്കെട്ട് കാണാൻ റെയിൽ പാളത്തിൽ ഇരുന്നവർ ട്രെയിനിടിച്ച് മരിച്ച ദാരുണ സംഭവം ഉണ്ടായി. മരണം 27. 1988 തൃപ്പൂണിത്തുറയിൽ വെടിക്കെട്ട് മരുന്നുപുരയ്ക്ക് തീപിടിച്ച് സ്ത്രീ ജോലിക്കാരടക്കം മരിച്ചു. മരണം 10. 1990 കൊല്ലം മലനട പോരുവഴി പെരുവുരുത്തി ക്ഷേത്രത്തിലെ വെടിക്കെട്ട് ഷെഡിലുണ്ടായ അപകടത്തിൽ മരണം 26. 97 ചിയാരം പടക്ക നിർമ്മാണശാലയിൽ പൊട്ടിത്തെറി, മരണം 6. 98 പാലക്കാട് കഞ്ചിക്കോട് വെടിക്കോപ്പ് നിർമ്മാണശാലയിൽ പൊട്ടിത്തെറി, മരണം 13. അടുത്ത വർഷം, തൊട്ടടുത്ത വർഷം, അതായത് 99 പാലക്കാട് ആലൂരിൽ ചാമുണ്ടിക്കാവ് താലപ്പൊലി ഉത്സവത്തിനിടെ ഉണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ മരണം 8. 2006 തൃശൂർ പൂരത്തിന് തയ്യാറാക്കിയ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കുന്നിടത്തുണ്ടായ അപകടം, മരണം 7. 2013 പാലക്കാട് പനിയാംകുറിശി കുളങ്കുന്നത്ത് പടക്ക നിർമ്മാണശാലയിലുണ്ടായ പൊട്ടിത്തെറിയിൽ മരണം 6. 2016 ഏപ്രിലിൽ കൊല്ലം പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തം, മരണം 106. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അടുത്തിടെ പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ കർശന നിയന്ത്രണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പൂരപ്രേമികളിൽ നിന്ന് വലിയ എതിർപ്പും ഈ വിജ്ഞാപനം നേരിടേണ്ടി വന്നു. വിജ്ഞാപനത്തിൽ പറയുന്ന നിയന്ത്രണങ്ങൾ പാലിച്ചാൽ പൂരത്തിന്റെ പൊലിമ നഷ്ടപ്പെടുമെന്നാണ് നിയമം പാലിക്കുന്നതിൽ മാതൃകയാകേണ്ട നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ അടക്കം പറഞ്ഞത്. വെടിക്കെട്ട് ദുരന്തങ്ങൾ തടയാൻ നിയമങ്ങൾ ഉണ്ടെങ്കിലും പൂരപ്രേമികളുടെ എതിർപ്പ് കാരണം ഒന്നും നടപ്പാക്കാനാവില്ല എന്നതാണ് വാസ്തവം. ഇത്രയും ദുരന്തം സംഭവിച്ചിട്ടും വെടിക്കെട്ട് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ നേതൃത്വം മുന്നോട്ട് വന്നു? വരില്ല. കാരണം വോട്ട് ബാങ്ക് തന്നെ. നേരത്തെ സംസ്ഥാനത്തെ ആരാധനാലയങ്ങളിൽ അസമയത്ത് പടക്കം പൊട്ടിക്കുന്നത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിരോധിച്ചിരുന്നു. ഈ ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ ഹർജി പരിഗണിക്കുമ്പോൾ ഡിവിഷൻ ബെഞ്ച് സർക്കാരിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. വെടിക്കെട്ടിന് സംസ്ഥാനത്ത് എന്തെങ്കിലും മാർഗരേഖയുണ്ടോ എന്നാണ് ഹൈക്കോടതി അന്ന് ചോദിച്ചത്. നിരോധനത്തെ സർക്കാർ എതിർക്കുന്നത് എന്തിനാണെന്നും കോടതി അന്ന് ആരാഞ്ഞു. രാത്രി 10 മണിക്കും രാവിലെ 6-നും ഇടയിൽ വെടിക്കെട്ടിന് നിയന്ത്രണമുണ്ടെന്നും എന്നാൽ അത് ക്ഷേത്രോത്സവങ്ങൾക്ക് ബാധകമല്ല എന്നുമാണ് സർക്കാർ കോടതി അറിയിച്ചത്. നോക്കണേ, കേരളത്തിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഉയരുന്ന കൊടും ചൂടും അപകടത്തിന് ഒരു കാരണമാണ്. വായുവിൽ ഈർപ്പം കുറയുകയും വരണ്ട അന്തരീക്ഷം നിലനിൽക്കുകയും ചെയ്യുമ്പോൾ വെടിമരുന്നിലെ രാസവസ്തുക്കൾക്ക് സ്വാഭാവികമായും മാറ്റം വന്നേക്കാം. വെടിമരുന്ന് ശേഖരങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന മുറിയിലെ താപനില ക്രമാതീതമായി ഉയർന്നാൽ സ്വാഭാവികമായ സ്ഫോടനത്തിനുള്ള സാധ്യത പോലും ഉണ്ട്. കൂടാതെ ഉയർന്ന താപനിലയിൽ വെടിമരുന്ന് കൈകാര്യം ചെയ്യുമ്പോൾ ചെറിയൊരു ഘർഷണം പോലും വലിയ അപകടത്തിലേക്ക് നയിക്കാം. മിക്ക അപകടങ്ങളും സംഭവിക്കുന്നത് വെടിക്കെട്ട് നടക്കുന്ന സമയത്തല്ല, മറിച്ച് മരുന്ന് സംഭരണശാലകളിലാണ്. തമിഴ്നാട്ടിൽ അടുത്തിടെ ഉണ്ടായ അപകടവും ഉദാഹരണമായി എടുക്കാം. ജനവാസ കേന്ദ്രങ്ങൾക്ക് സമീപം അനധികൃതമായി പ്രവർത്തിക്കുന്ന ഷെഡുകളും വായു സഞ്ചാരമില്ലാത്ത മുറികളും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു.
ശാസ്ത്രീയമായ രീതിയിൽ ഈർപ്പവും താപനിലയും നിയന്ത്രിക്കാൻ കഴിയാത്തതാണ് പലപ്പോഴും വിനയാകുന്നത്. ശബ്ദവും പ്രകാശവും കൂട്ടാനായി പൊട്ടാസ്യം ക്ലോറേറ്റ് പോലെയുള്ള മാരകമായ കെമിക്കലുകൾ ഉപയോഗിക്കുന്നത് അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. കൃത്യമായ പരിശോധന പടക്ക നിർമ്മാണശാലകളിൽ നടക്കുന്നുണ്ടോ എന്ന കാര്യവും സംശയമാണ്. ഓരോ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴും അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ സർക്കാർ കമ്മീഷനെ വയ്ക്കാറുണ്ട്. പുറ്റിങ്ങൽ ദുരന്തം ഉണ്ടായപ്പോഴും പഠിക്കാൻ കമ്മീഷനെ വെച്ചു. ഈ കമ്മീഷൻ പഠിച്ച് പൂർത്തിയാക്കി സമർപ്പിച്ച റിപ്പോർട്ടിലെ എത്ര കാര്യങ്ങൾ സർക്കാർ നടപ്പിലാക്കി? പുറ്റിങ്ങൽ കേസിൽ 10 വർഷം കഴിഞ്ഞിട്ടും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയോ ഇരകൾക്ക് പൂർണ്ണമായ നീതി ലഭിക്കുകയോ ചെയ്തിട്ടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ചുരുക്കി പറഞ്ഞാൽ അടുത്ത ദുരന്തം സംഭവിക്കുന്നത് വരെയുള്ള ഒരു ബ്രേക്കിംഗ് ന്യൂസ് മാത്രമാണ് ഈ വെടിക്കെട്ട് ദുരന്തവും. ഇങ്ങനെയാണ് സർക്കാരിന്റെയും പൂരം ഉത്സവം നടത്തിപ്പുകാരുടെയും മനോഭാവമെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കുക തന്നെ ചെയ്യും. ആദ്യം പറഞ്ഞത് ഒന്നും കൂടി പറയട്ടെ. കരിയും വേണ്ട, കരിമരുന്ന് വേണ്ട പറഞ്ഞത് നാരായണ ഗുരുവാണ്. ഗുരുവചനം മറ്റ് പല കാര്യങ്ങളിലും എന്ന പോലെ ഇതിലും ശരിയാകുന്നു. നമുക്ക് വെളിച്ചമുണ്ടാകുന്നത് വരെ ഈ വാക്കുകൾക്ക് പ്രസക്തിയേറും. ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവർക്ക് ആദരാഞ്ജലികൾ. അനീഷ് തകടിയിൽ, എക്സ്പ്രസ് വാർത്താ ഡെസ്ക്.